അമ്മയാണെങ്കിൽ നല്ല ഗായികയാണ്. 40ഓളം സിനിമയിൽ പാടിയിട്ടുണ്ട്. 40ഓളം സിനിമയിൽ പാടിയിട്ടുണ്ടെന്ന് അല്ലേ? ഡാഡിയുടെ എല്ലാ സിനിമയിലും മമ്മി പാടിയിട്ടുണ്ട്. ഹിറ്റ് പാട്ടുകൾ തന്നിട്ടുണ്ട് അല്ലേ? മമ്മി ആക്റ്റീവായിരുന്നു സിനിമാ മേഖലയിൽ. നിങ്ങൾ ചെറുപ്പകാലത്ത് അഭിനയിച്ചല്ലാതെ പിന്നീട് അങ്ങ് അഭിനയത്തിലേക്ക് വന്നില്ല. രണ്ടുപേരും ബ്രദറും വന്നിട്ട് ആരും വന്നിട്ടില്ല. പക്ഷെ എന്റെ ബ്രദർ ടെക്നിക്കലി സൗണ്ട് ആണ്. സിനിമാറ്റോഗ്രാഫി പറ്റിയും എഡിറ്റിങ്ങിനെ പറ്റിയൊക്കെ ഇങ്ങനെ ഞങ്ങൾ ബിക്കോസ് എല്ലാ ഫിലിം ഫെസ്റ്റിലും ഞങ്ങൾ രണ്ടുപേരും കൊണ്ടുകൊണ്ടാടി. 18 years above ഉള്ള ഫിലിംസ് അല്ലാത്ത ഫിലിംസ് ഒക്കെ ഞങ്ങളെ കാണിക്കായിരുന്നു. ഒരു സിനിമ ഡിസ്കസ് ചെയ്യായിരുന്നു. ഇങ്ങനെ ഈ മൂവിയുടെ പ്രത്യേകത എഡിറ്റിംഗ് ആയിരുന്നു, ഈ മൂവിയുടെ പ്രത്യേകത സിനിമാറ്റോഗ്രാഫി ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നു. അപ്പൊ എന്റെ ബ്രദർ ആക്ച്വലി ടെക്നിക്കലി നല്ല സൗണ്ട് ആണ് ഇപ്പോഴും. ഇറ്റ് ഹാസ് ഫോട്ടോഗ്രാഫി ആൻഡ് ഓൾ. പക്ഷെ ശരിക്കും പറഞ്ഞ എല്ലാവരും ഞാൻ പറയുന്നത് മുറ്റത്തെ മുല്ലയ്ക്ക് മനമില്ല എന്ന് പറയുന്ന പോലെ നമ്മുടെ വീട്ടില് സിനിമ ഞങ്ങൾ കണ്ടു വളർന്നുകൊണ്ടിരിക്കും. നമുക്ക് അതിനോട് വലിയൊരു പ്രത്യേകതയോ അല്ലെങ്കിൽ ഒരു അട്രാക്ഷൻ ഇല്ലായിരുന്നു. ബിക്കോസ് എവറി ഡേ ഈസ് ലൈക്ക് സിനിമ ഫോർ us. ഇപ്പൊ ഡാഡി ആക്റ്റീവ് വരുന്ന സമയത്ത് എല്ലാ ആക്ടേഴ്സും വീട്ടിൽ വരുമായിരുന്നു, ഡയറക്ടേഴ്സ് വരുമായിരുന്നു, റിപ്പോർട്ടേഴ്സ്, ടെക്നീഷ്യൻസ് എല്ലാവരും തിരുവനന്തപുരത്ത് ഭയങ്കര എപ്പോഴും വന്നു. അപ്പം ഇത് നമ്മൾ കണ്ട് ഇത് ലൈക്ക് പുറത്തുള്ള ഒരു ഇതാണെന്ന് തോന്നുന്നത്. ഇറ്റ്സ് പാർട്ട് ഓഫ് ദ ലൈഫ് എന്നുള്ള ഒരു ഇതായിരുന്നു.